ഞാനല്ല അവളെ കൊന്നത്. ഞാനല്ല. ഞാനെല്ലാം തുറന്നു പറയാം. അന്ന് രജനി ലേഡീസ് ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഞാൻ അവളെ ഫോളോ ചെയ്തു. അവൾ രാജന്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ അവളുടെ കാറിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ തിരിച്ചു വരുമ്പോൾ അവളെ തട്ടിക്കൊണ്ടു പോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വാസ്തവത്തിൽ ഞാൻ അവിടെ കാത്തുനിന്നത്. പക്ഷെ അർദ്ധരാത്രിയായിട്ടും അവളെ കണ്ടില്ല. പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. ഭയപ്പെടണ്ട, ആരും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ എനിക്ക് 10,000 രൂപ തരണം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. പക്ഷെ ഇതാരും അറിയില്ല. അന്ന് അവൻ തന്ന രൂപയാണ്. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഹലോ, മേജർ സ്പീക്കിംഗ്.
ഹലോ ഇൻസ്പെക്ടർ. ഹലോ, എന്തെങ്കിലും വിവരം കിട്ടിയോ? പറയാം. ബൈ അതിനു മുമ്പായി മേജറൊന്നും ചില കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. ടേക്ക് യുവർ സീറ്റ്. രാജന് വളരെ അടുത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ എന്റെ മകളുടെ കൂട്ടുകാരിയുമായി അവൻ അടുപ്പത്തിലായിരുന്നു കേട്ടിട്ടുണ്ട്. ആ കുട്ടി ഇപ്പൊ എവിടെയാണ്? കുറച്ചു ദിവസം മുമ്പ് കാണാതെ പോയത് അവളാണ്. ഓഹോ, കാണാതായ രജനി എന്ന കോളേജ് സ്റ്റുഡന്റ് അല്ലേ? അതെ, രജനി തന്നെ. രജനിയുടെ സഹോദരൻ വിനോദും രാജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി അറിയാമോ? അതറിയില്ല. പക്ഷെ രാജന്റെ മരണ ദിവസം വിനോദിനെയും രാജനെയും ക്ലബിൽ വെച്ച് ഒരുമിച്ച് കണ്ടവരുണ്ട്. മേജർ, ഏത് സമയത്തും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഓഫ് കോഴ്സ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ മകനെ കൊന്നവനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ചെയ്യൂ. രജനി, നിന്നെ കൊന്നവന്റെ കഥ ഞാൻ കഴിച്ചു. നിനക്ക് വേണ്ടി അവന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിനോദ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ വിനോദ്, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നെ കൊണ്ടോ? അതെ, രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, കൊലയാളിയെ കുറിച്ച് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ? അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല. സംഭവം നടന്ന ദിവസം രാജനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടതായി പലരും പറഞ്ഞു. ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന ആളല്ലേ, ചിലപ്പം കണ്ടിരിക്കാം. അപ്പോൾ രാജനെ ഓർമ്മിപ്പിക്കത്തക്ക ബന്ധം പോലും നിങ്ങൾക്കില്ല അല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഓ, അത് ശരി. എനിക്ക് ലേറ്റർ കളഞ്ഞു കിട്ടിയതാണ്. മഴ നനഞ്ഞു കിടന്നതുകൊണ്ട് കത്തുന്നില്ല. എന്താ ചിരിക്കുന്നത്? കാട്ടാനയെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടലി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹരി തെറ്റിയാൽ ചിലപ്പോൾ ആനയും വീഴും. ഓക്കെ ഓക്കെ